നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. രാമൻ ആരാണ്? സത്യത്തിൽ ഈ നരേന്ദ്രമോദി പറയുന്ന അദ്ദേഹം ഇന്നും പ്രഘോഷണം നടത്തിയല്ലോ രാമനെ കുറിച്ച്. സത്യത്തിൽ ആ രാമനാണോ യഥാർത്ഥ രാമൻ? ഗാന്ധിജി പറഞ്ഞൊരു രാമനുണ്ട്. ആ രാമൻ ആരാണ്? എൻ്റെ രാമൻ ദശരഥപുത്രനല്ല, എൻ്റെ രാമൻ അയോധ്യ രാജാവുമല്ല, എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഇവർക്ക് ഗാന്ധിയെ തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും നരേന്ദ്രമോദിക്കോ BJPക്കാർക്കോ ഗാന്ധി ആരാണ്, ഗാന്ധിയിലെ രാമൻ ആരായിരുന്നു എന്ന് ഇവർക്കാർക്കും മനസ്സിലാക്കാനുള്ള ഉൾബോധം ഇവർക്കൊരു കാലത്തും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നും ഈ ചർച്ചയിലും ഗാന്ധി വധം ഒരിക്കൽ കൂടി നടപ്പാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞ ഇന്ന് ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അയോധ്യയിൽ പോയി ശങ്കരാചാര്യന്മാരെല്ലാം നിഷേധിച്ച് അവരാരും പോകാത്ത സത്യധർമ്മത്തെ എല്ലാം ബഹിഷ്കരിച്ച ഒരു ശവകുടീരമാണ് നിങ്ങൾ പടുത്തുയർത്തുന്നത്. ഒരു അമ്പലം നിർമ്മാണത്തിൻ്റെ ശാസ്ത്രബോധങ്ങളൊന്നും നിങ്ങൾ പിൻപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മോദിക്കൊപ്പം പോയി സെൽഫി ഇടും എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് രാഹുൽ ഈശ്വർ കൂടി അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം കൂടി ഗാന്ധി വധം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. ഗാന്ധി ഒരിക്കൽ കൂടി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എനിക്ക് രാഹുലിനോട് പ്രത്യേകമായ വിരോധമൊന്നുമില്ല. അദ്ദേഹത്തിന് ആ നിലപാടിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് VV രാജേഷ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് പിന്തുടരുന്നത്? മോദിയാണോ? ഹിന്ദു മതത്തിൻ്റെ അവസാന വാക്ക് മോദിയാണോ? നരേന്ദ്രമോദിയാണോ? പണി പൂർത്തീകരിക്കാത്തൊരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്തിനു നടത്തി എന്ന് ചോദിച്ചത് പഴകുളം മധുവല്ല, അത് ചോദിച്ച് ശങ്കരാചാര്യന്മാരാണ്. ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായ സമയമല്ല എന്ന് നിങ്ങളുടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ ആൾക്കാരാണ്. ഇവിടെ രാജേഷ് പറയുന്ന കേട്ടാൽ തോന്നും ഇവിടെ ശങ്കരാചാര്യരെക്കാൾ വലിയ ശങ്കരാചാര്യൻ നരേന്ദ്രമോദിയും VV രാജേഷുമാണെന്ന് തോന്നും. ഞാൻ ഈ ഹിന്ദുധർമ്മമൊന്നും അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു വിശ്വാസിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കേവലമായ അധികാരത്തിൻ്റെ പേരിലാണ് ഞാൻ താങ്കളോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുമതം നിങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ഈ ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാരാണ്? നിങ്ങൾ ശങ്കരാചാര്യന്മാരെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നു സോണിയാഗാന്ധിക്കും ഖാർഗേജിക്കുമൊക്കെ ക്ഷണം കിട്ടി, ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ ക്ഷണം വളരെ ബഹുമാനപുരസ്സരം നിഷേധിച്ചത്? അതൊരു BJP ഷോ. അത് BJP ഷോ ആയില്ലേ? ഇന്നത് കണ്ടില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രതിഷ്ഠയ്ക്ക് അരികിൽ പോകുന്ന അദ്ദേഹം പൂജ നടത്തുന്നു, അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുക? ഇങ്ങനെയാണോ നിങ്ങൾ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുക? ഇങ്ങനെയാണോ ഹിന്ദുമതത്തെ നിങ്ങൾ പരിപാലിക്കുക? അപ്പം നിങ്ങൾ സ്യൂഡോ ഹിന്ദുമത വക്താക്കളാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ വികാരത്തെയോ ഹിന്ദുധർമ്മത്തെയോ അല്ല ഉയർത്തിപ്പിടിക്കുന്നത്. 4 ശങ്കരാചാര്യന്മാരെ ഒന്നുകിൽ നിങ്ങൾ പരസ്യമായി തള്ളിപ്പറയണം. നാളെ മുതൽ ശങ്കരാചാര്യന്മാർക്ക് ഇന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാകാൻ പോലും അവകാശമില്ല. അവർ അവരുടെ മഠങ്ങളിൽ ജീവിച്ചു കൊള്ളട്ടെ. അവർക്കിതിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയാൻ അവകാശമില്ല എന്ന് നിങ്ങളുടെ BJP പറയണം, നിങ്ങളുടെ സർക്കാർ പറയണം. അതുകൊണ്ട് ഞങ്ങളാരും രാമനെതിരല്ല. ഞങ്ങളുടെ മനസ്സിലുള്ള രാമൻ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്ന രാമൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ന് രാമഭക്തനായിട്ടുള്ള ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആസാമിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ തടഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ പ്രതിഷ്ഠ നടത്തിയത്? ഇന്ത്യയിലെ കേവലനായ സാധാരണക്കാരനായ ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകാൻ ഒരുപ്പെട്ടപ്പോൾ അതിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ആസാമിൽ നിങ്ങൾ തടഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോടാനുകോടി ചെലവഴിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ അവഹേളന പാത്രങ്ങളാകുന്നത്? അതേ സന്ദർഭത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ഒരു വിശ്വാസിയുടെ ധാർമ്മികമായ അവകാശം നിങ്ങൾ തടഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ പറയാൻ അവകാശം? ഈ രാജ്യം ഒരു മതത്തിൻ്റെയും രാജ്യമല്ല. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൽ പോയി പൂജയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല, അദ്ദേഹത്തിന് പോകാം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു മതമായി ഹിന്ദു മതത്തെ നിങ്ങൾ പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരെ ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കില്ല. വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളെ എല്ലാം നമുക്ക് മാനിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുമതത്തിൽ വിശ്വസിക്കാനുള്ളവർക്ക് അവിടെ വിശ്വസിക്കട്ടെ, ക്രിസ്ത്യനുക്ക്, മുസ്ലിമുകൾക്ക് അവർക്കെല്ലാം അവിടെ ഇടങ്ങളിൽ പോകാൻ വിശ്വസിക്കാം. പക്ഷേ ഈ രാജ്യത്തെ 2024 നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ വേട്ടയാടപ്പെടാൻ പോകുന്നത്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് മധു ഒറ്റവാക്കൂടി പറയരുത്. അല്ല, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പോൾ കോവിഡ് നിർത്തി മോഡി യോഗിയാണോ അതോ അഭിനവ് യോഗിയാണോ എന്നൊക്കെ
കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് പാലിക്കാൻ കഴിയത്തില്ല. 24 നിങ്ങൾക്ക് ജനങ്ങളൊന്നും പറയാനില്ല. 2024 $5 ബില്യൺ രാജ്യമായി ഇന്ത്യയെ മാറ്റുമെന്ന് പറഞ്ഞ മോഡിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് 10,000-കണക്കായ ഇന്ത്യൻ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ കുടിയേറിപ്പാർക്കാൻ പോകുന്ന ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നു. വിലക്കയറ്റം തടയുമെന്ന് പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡി ഒരു നനഞ്ഞ പടക്കമായിരുന്നു, ഒരു കബളിപ്പിക്കലായിരുന്നു. മോഡി എന്ന് നിങ്ങൾ ഇങ്ങനെ ഘോഷിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു രൂപമുണ്ടല്ലോ, ആ രൂപം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പം മതത്തെ ദുരുപയോഗം ചെയ്ത് ഈ സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് പറയുന്നു ഇതൊരു ശവകുടീരമാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്. ഉത്തരം പറയാൻ കഴിയാതെ